ആരംഭിക്കുന്നു. ആദ്യം നോക്കാം വാർത്തകൾ ഇതുവരെ വേഗത്തിൽ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് വൻ പോലീസ് സന്നാഹത്തോടെ. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം തുടരുന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ പലയിടങ്ങളിലും തുടരുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. മെമ്മറി കാർഡ് വിവാദത്തിൽ താരസംഘടനയായ അമ്മയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. 15 താരങ്ങളിൽ നിന്ന് മൊഴിയെടുക്കുന്നത് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ. തേജസ്വി യാദവ് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രഖ്യാപനം ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിലുണ്ടാകും. മത്സര ചിത്രവും ഇന്ന് തെളിയും. രണ്ടാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നവംബർ ആദ്യവാരത്തിൽ തുടക്കമാകും. ആദ്യം നടപ്പിലാക്കുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇന്നലെ ഒരാൾ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അധികാരം കൊണ്ടുവരുന്ന ബില്ലിന് പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകി. തീവ്ര വലതുപക്ഷ എംപിയായ അവി മാവോസാണ് ബിൽ അവതരിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു നീക്കം. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക് മത്സരങ്ങൾ തുടരുന്നു. 3000 മീറ്ററിലെ 4 ഇനങ്ങളിലും പാലക്കാടിന് സ്വർണം. മീറ്റിലെ വേഗതാരങ്ങളെയും ഇന്നറിയാം.